ഡോക്ടറെ കാണാൻ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗ്യാസിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ കുറച്ച് ജീരകം വറുത്ത് വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു. ഏയ്, തനിക്ക് അങ്ങനെയൊക്കെ പറയാം. വൊമിറ്റ് ചെയ്ത ഒരാള് തളർന്നു വീണാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? ഇപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഒരു പ്രോബ്ലം ഇല്ലാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? മരുന്നൊന്നും മേടിക്കണ്ട കേട്ടോ സർ, നമുക്ക് പോവാം. പിന്നെ മരുന്ന് വാങ്ങാതെ പിന്നെ? വേണ്ട സർ, അതിനുള്ള പൊടിക്കൈകളൊക്കെ എനിക്കറിയാം. താനൊന്നും മിണ്ടാതിരിക്കോ? മരുന്ന് കഴിച്ചേ പറ്റൂ. എന്നാ 1-2 ദിവസത്തിനുള്ളത് വാങ്ങിച്ചാൽ മതി. അതിൽ കൂടുതൽ കഴിക്കാൻ എനിക്ക് വയ്യ. അപ്പോഴേക്കും ഞാൻ ശരിയാവും. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, എന്തു പറ്റി? പെട്ടെന്ന് താനെന്താ സൈലന്റ് ആയേ? അല്ല സർ, ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? അല്ല, സാധാരണയായിട്ട് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങള് ഛർദിക്കുകയും തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്യുമ്പോ കാണുന്നവര് വേറെ പലതും പറയാ. വേറെന്തു പറയാൻ? എന്ന് പറഞ്ഞാ സാർ എല്ലാരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കല്ലേ? തന്നെ കുറിച്ച് ഞാൻ ആരോടും അനാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ? പറഞ്ഞില്ലേ? ഞാൻ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞില്ലേ? ആ രാജുവേട്ടനാണെങ്കിൽ അത് കേട്ടപ്പോ മുതൽ അനങ്ങരുത് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുക. ഓ, സാറിന് ചിരിയാ. എന്റെ മാനക്കേട് എനിക്കല്ലേ അറിയൂ. ഇതിലെന്ത് മാനക്കേട്? അയ്യോ, ഇനി റോഡിൽ കിടന്ന് തർക്കിക്കാൻ ഞാനില്ല. ആ, സാർ ഒരു ഉപകാരം ചെയ്യോ? എന്താ? നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ ചിലപ്പോ ആരെങ്കിലും അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോ സാറ് ഞാൻ ചുമ്മാ പറഞ്ഞതാന്നങ്ങ് പറഞ്ഞേക്കണം. അത്രേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞേക്കാം. സത്യമല്ലേ? ഇനി അവിടെ ചെല്ലുമ്പോ കാല് മാറുവോ? ഒരു പ്രശ്നമില്ലടോ, ഞാനല്ലേ പറയുന്നേ. എന്നാ വാ. അതെ, ആദ്യം നമുക്ക് പോയി മരുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെന്തിനാ? വീട്ടിലെ ഭക്ഷണം ഇല്ലേ? വീട്ടിലെ ഭക്ഷണമാണല്ലോ നമ്മൾ ഈ കഴിച്ചോണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ച് ഒക്കെ ആവാം. ഒന്നാമത് എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം പിടിക്കില്ല. അതും ഈ അവസ്ഥയിൽ പോയി കഴിച്ചാ. ശരി, ഒരു ജ്യൂസ് കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആ, അത് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അപ്പോഴും ഞാൻ ഛർദിച്ചാലോ? ഞാനങ്ങ് സഹിച്ചു. നമ്മൾ മരുന്ന് വാങ്ങുന്നു, ഒരു ജ്യൂസ് കുടിക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. എല്ലാവരോടും താൻ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു. ഓക്കെ ഓക്കെ അല്ലേ? എന്നാ പകരിക്കൂ. ശരി. സൂര്യ സാറാണല്ലോ. ഹലോ സാറേ. രാജുവേട്ടാ, അച്ഛൻ അവിടെ ഇല്ലേ? ഉണ്ട് സാറേ, ഞാനിപ്പോ കണ്ടല്ലോ. ആണോ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ പറയാം സാറേ. അതെ, അച്ഛനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താ സാറേ? അത് ഞാനേ ഡോക്ടറെ അടുത്ത് വന്നല്ലോ. പരിശോധന കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. എന്ത് സാറേ? നന്ദിനി പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തു. എന്റെ ദൈവമേ, ഞാനെന്താ കേക്കണേ? ഞാനിപ്പോ തന്നെ ചെന്ന് പറയാം സാറേ. എന്നിട്ട് നന്ദിനി എവിടെ സാറേ? അയാള് വണ്ടിയിലിരിക്കുക. അയാൾക്ക് ആകെ നാണോ എല്ലാം കൂടി. ഉണ്ടാവും സാറേ, നാണം ഉണ്ടാവും. ഞാൻ ചെന്ന് പറയട്ടെ സാറേ എല്ലാവരോടെ. ശരി.